പത്തനംതിട്ടയിലെ മത്സരത്തിന് പ്രത്യേകതയുണ്ട്. തോമസ് ഐസക് അവിടെ സ്ഥാനാർത്ഥി ആയതോടെ അവിടെ സാധാരണഗതിയിൽ ചർച്ച ചെയ്യേണ്ട വിഷയത്തിന് അപ്പുറത്തുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ ആഗോള സമ്പദ് വ്യവസ്ഥ ചർച്ച ചെയ്യുന്നുണ്ട്, ചർച്ച് ബില്ലുണ്ട്, റബ്ബറിന്റെ വിലയുണ്ട്, ശബരിമലയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ വിശ്വാസം, ആചാരം, അങ്ങനെ വഴിയെ പോകുന്നതും വേലിയിൽ ഇരിക്കുന്നതുമായ സർവ്വ വിഷയങ്ങളും പത്തനംതിട്ടയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ. അതെന്തായാലും പത്തനംതിട്ട ആ കാര്യത്തിൽ ഭാഗ്യമാണ്. കാര്യം പഴയ ഒരു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ പ്രൊഫസറാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗോള സാമ്പത്തിക ശാസ്ത്രമൊക്കെ തീർച്ചയായിട്ടും അവിടെ അനാവരണം ചെയ്യപ്പെടും. ഈ സമ്പദ് വ്യവസ്ഥയിൽ മാന്ദ്യമുണ്ടോ എന്നത് മുതൽ കുടുംബശ്രീ അച്ചാറിന് ഉപ്പ് കൂടുതലാണെന്നുള്ള ചിന്ത വരെ ഇപ്പോൾ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള ഈ യാത്രയിൽ അറിയാം കാര്യങ്ങളൊക്കെ. ശോശാമ്മ അമ്മച്ചിക്ക് 101 വയസ്സുണ്ട്. അപ്പോൾ അമ്മച്ചിയെ കാണാൻ സ്ഥാനാർത്ഥി എത്തി വോട്ട് ചോദിക്കാൻ ഇപ്പോൾ 2009 മുതലുള്ള പതിവാണത്. അതെ 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 ഈ വീട്ടിൽ വരാറുണ്ട്. അപ്പോൾ അമ്മച്ചി ഒരിക്കലും മാറാതെ വോട്ട് ചെയ്യുന്ന ആളാണ്. അമ്മച്ചിയുടെ ഹൃദയത്തിൽ കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ചിഹ്നം അത് നുകം വെച്ച കാള തൊട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. നുകം വെച്ച കാള ഞാൻ ചെയ്തിട്ടില്ല, അവരെ എനിക്ക് ഓർമ്മയില്ല. അല്ല, അമ്മച്ചിയെപ്പോലുള്ള ഹൃദയത്തിൽ ദേശസ്നേഹവും ഹൃദയത്തിൽ കോൺഗ്രസ് വികാരമുള്ള ആളുകളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രചോദനം, ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത്. വീട്ടുകാരും ഈ അവരെ കോൺഗ്രസിനായി ചെയ്യത്തുള്ളൂ. എന്നുണ്ട് മകൻ ഞാനിങ്ങനെ കാണാനിരിക്കുകയായിരുന്നു. മകൻ പിരിഞ്ഞെന്ന് അത് വായിക്കുന്നുണ്ട്. ഞാൻ വേണോ ഇവരൊക്കെ പോലുള്ളവരാണ് ആത്മവിശ്വാസം. അതെ, ഇവിടെ വന്നപ്പോൾ എൻ്റെ ആത്മവിശ്വാസം കൂടിയിട്ടേ ഉള്ളൂ. കാര്യം ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ ഇത്രയും യുവാക്കളുള്ള ഒരു സ്ഥലം, കർഷകരുള്ളൊരു സ്ഥലം, ഇവിടെ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കില്ല, ഒരു IT പാർക്കില്ല, ഏതെങ്കിലും ഒരു സെൻട്രൽ ഗവൺമെൻറ് PSUവിൻ്റെ ഒരു യൂണിറ്റ് ഇല്ല, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിറ്റ് ഇല്ല. ഇപ്പോൾ ശബരിമല, മാരമൺ കൺവെൻഷൻ, അതുപോലെ പരിമല ദേവാലയം, ആറന്മുള വള്ളംകളി, ഇതെല്ലാം ഉള്ള ഒരു വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ സാധ്യതയുള്ളൊരു സ്ഥലത്ത് ഇന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല. നാമനിർദ്ദേശിക പത്രിക സമർപ്പിച്ചതിന് ശേഷം രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്. ഇപ്പോൾ വാഹന പ്രചരണ ജാഥയുടെ തിരക്കിലാണ്. പരമാവധി ആളുകളെ നേരിട്ട് കാണാനുള്ള ഒരു ശ്രമത്തിലാണ്. 15 വർഷം പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ശ്രമിക്കുന്നത്. അടുത്ത 5 വർഷം ചെയ്യാൻ പോണ കാര്യങ്ങൾ എണ്ണി അങ്ങ് പറയലാണ്. അത് മാനിഫെസ്റ്റോ ആയിട്ട്, നോട്ടീസുകളായിട്ട് എല്ലാം എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കോൺട്രാസ്റ്റ് ഭയങ്കരമായിരിക്കേ. നമ്മൾ എത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കും 15 വർഷം എന്ത് നടന്നു എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ പ്രചരണ തന്ത്രം. ശബരിമല വിധിയും പ്രതിഷേധവും കൊണ്ട് മുഖരിതമായ അന്തരീക്ഷമൊന്നുമല്ല ഇന്നത്തെ പത്തനംതിട്ടയുടേത്. വികസനവും വികസന മുരടിപ്പും പറഞ്ഞും കൊണ്ടും കൊടുത്തുമൊക്കെയാണ് സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്നത്. ഈ പോരാട്ടത്തിൽ ആരാകും മല കയറുക? കാത്തിരിക്കാം. വിജയകുമാർ, സയ്യിദ് മുനീർ അൽ ബുഖാരി തങ്ങൾ കട്ടിലങ്ങാടി അദ്ദേഹം പറയുന്നത് വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നവർക്ക് പൊതുജന മധ്യത്തിൽ ചാട്ടേടി ശിക്ഷ തന്നെ കൊടുക്കണം. നിയമമുണ്ടോ? അതൊക്കെ ഇത്തിരി പാടാണ്. എന്നാലും ഇത് ഒരു തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നല്ല മാന്യമായിട്ട് നടക്കുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പടച്ചുവിടുക, അത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വലിയ വലിയ അപരാധം തന്നെയാണ്.
ഈ ഷെയർ ചെയ്താലും പ്രശ്നമാണ്. അതുകൊണ്ട് ഷെയർ ചെയ്ത ആളുകളിലേക്കും ഈ അതെ അന്വേഷണം ഷെയർ എത്തും. ചെയ്യുന്നവർക്കും അതുകൊണ്ട് തുല്യ കുറ്റമാണ്. സൂക്ഷിക്കണം. അതെ. എന്ത് കിട്ടിയാലും നമ്മള് അത് ചില ആളുകൾ തട്ടിക്കളയരുത്. ഉടനെ എടുത്ത് ഫോർവേഡ് ചെയ്ത് അത് ചെയ്യാൻ പാടില്ല. പഴയ സുഹൃത്തുക്കളൊക്കെ ഓർമ്മിക്കാൻ വേണ്ടി അതെ ഇത് ഫോർവേഡ് ചെയ്യും. അവരെ കുരിശിലാക്കരുത്.